ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ വരുന്ന വാർണിംഗ് ലാമ്പിനെ കുറിച്ചാണ്. ഓരോ വാർണിംഗ് ലാമ്പും എന്തിനു സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം, സ്കിപ്പ് ചെയ്യാതെ. അതിന് മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ടോ? അത് ആ ഒരു സിഗ്നൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതിക്കൊള്ളണം. ഒന്നില്ലെങ്കിൽ ബാറ്ററി ചാർജ് കമ്മിയായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ഓൾട്ടർനേറ്ററിൻ്റെയോ അതിലേക്ക് പോകുന്ന കണക്ഷൻ കറണ്ടിൻ്റെയോ വല്ല പ്രോബ്ലം വന്നു കഴിഞ്ഞാലാണ് ആ ഒരു വാണി ലാമ്പ് കത്തുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഒരു മഞ്ഞ ലൈറ്റിലൊരു ഇഞ്ചിൻ്റെ സിഗ്നൽ ഒന്ന് കാണുന്നതാണ് ഇഞ്ചൻ വാണി ലാമ്പാണ്. അപ്പോൾ ആ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിനിൽ കുറേ അധികം സെൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ ഏതെങ്കിലും ഒരു സെൻസറിന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാണി ലാമ്പ് കത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വാണി ലാമ്പ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് അടുത്തുള്ള ഷോറൂമിൽ കയറ്റി അത് നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതേമാതിരി ഒന്ന് ചെയ്യണം കേട്ടോ. അതിന് തൊട്ട് താഴെ ഒരു ഫ്ലാഗ് മാതിരി ഒന്ന് കാണുന്നുണ്ടോ? അത് കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ ഒരു വാണിംഗ് ലാമ്പാണ്. അപ്പോൾ ഇത് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഇഞ്ചിനിലേക്ക് പോകുന്ന കൂളൻ്റ് കമ്മിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് ഓവർ ഹീറ്റ് ആവുന്നത്. അപ്പോൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നമ്മളത് കയറ്റി അതെന്താണെന്നൊന്ന് നോക്കണം കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ഓയിൽ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇഞ്ചിനിൽ ആവശ്യമായിട്ടുള്ള ഓയിൽ ഉണ്ടാവില്ല എന്നുള്ളത്. ഈ കാണുന്നത് ഒരു ഇഗ്നിഷൻ കീയുടെ ഒരു വാണി ലാമ്പാണ്. ഈ ഒരു ലാമ്പ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ സ്റ്റാർട്ടാവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ആ റെഡ് കളറിൽ റൗണ്ടിൽ കാണുന്നതാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു വാണിംഗ് ലാമ്പാണ് കേട്ടോ അത്. നമുക്കതൊരു ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ആയിട്ടില്ലെങ്കിലും ആ ഒരു സിഗ്നൽ കാണിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കമ്മിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വാണിംഗ് ലാമ്പ് കത്തുണ്ടോ. ആ സമയം നമുക്ക് ബ്രേക്ക് തീരെ കിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു സിഗ്നലാണത്. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ABSയുടെ വാണിംഗ് ലാമ്പാണ്. അപ്പോൾ ABSൽ സംബന്ധമായിട്ടുള്ള സെൻസറിന് വല്ല കംപ്ലൈൻറ്റ് ആവുകയോ അതിൻ്റെ വയറിന് വല്ല കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മോഡ്യൂളിന് വല്ല കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാണിംഗ് ലാമ്പ് കത്തുന്നതായിരിക്കും. ഒരു പച്ച കളറിൽ കാണുന്ന ഒരു സിഗ്നലാണ് നമുക്ക് AGSൻ്റെ ലൈറ്റാണത് കാണുന്നത്. ഇപ്പോൾ AGS ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാമ്പ് കത്തുന്നതായിരിക്കും. അതിൻ്റെ തൊട്ട് ഇപ്പുറേ കാണുന്നതാണ് AGS ഓഫാണ്. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്വിച്ചിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AGS ഓഫ് എന്ന് നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കും. അതിൻ്റെ തൊട്ട് ഇപ്പറേ കാണുന്ന ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു വളയം പോലെ കണ്ടോ, അത് നമുക്ക് ഈ പവർ സ്റ്റിയറിങ്ങിൽ വരുന്ന ഒരു സിഗ്നലാണ്. പവർ സ്റ്റിയറിങ്ങിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാണി ലാമ്പ് കത്തുന്നതായിരിക്കും. ഈ വാണി ലാമ്പ് സൂചിപ്പിക്കുന്നത് AMTയുടെയാണ് കേട്ടോ. അതായത് ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ വരുന്ന ഒരു വാണി ലാമ്പാണ്. ഈ ഒരു വാണി ലാമ്പ് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയറിന് പ്രോബ്ലം ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഇത് കാണിക്കുന്നത്. ചില സമയങ്ങളിൽ വെഹിക്കിൾ സ്റ്റാർട്ടാവാൻ പോലും ബുദ്ധിമുട്ടാവും കേട്ടോ. ഈ കാണുന്നത് എയർ ബാഗിൻ്റെ വാണി ലാമ്പാണ് കേട്ടോ. എയർ ബാഗിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാണി ലാമ്പ് കത്തുന്നതായിരിക്കും. ഇത് സീറ്റ് ബെൽറ്റിൻ്റെ വാണി ലാമ്പാണ് കേട്ടോ. ഒരു സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. പിന്നൊരു PP സൗണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക്. ഇതൊരു ESPയുടെ വാണിംഗ് ലാമ്പാണ്. അപ്പോൾ ഈ ഒരു ESP നമുക്ക് ഓഫ് ചെയ്തിടാനുള്ളൊരു സ്വിച്ചും കൂടി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്നത് ടെമ്പറേച്ചറാണ്. വെളിയിലുള്ള ടെമ്പറേച്ചർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ റിവേഴ്സിൻ്റെ ഒരു സെൻസറും കൂടെ അതിൽ കാണാം. അതിൻ്റെ തൊട്ട് താഴെ ഗിയർ ഏതൊക്കെ രീതിയിലാണ് ഗിയർ വീഴേണ്ടത് ഇതെന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാം ഓഡോമീറ്ററാണ് തൊട്ട് താഴെ കാണാൻ പറ്റുന്നത്. ഈ ക്ലസ്റ്ററിൽ 2 നീഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വശമായിട്ടും LH RH ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ RH സൈഡ് നമ്മൾക്ക് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ഫ്യൂൽ എക്കണോമിയുടെ ഒരു ഇത് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഓഡോമീറ്റർ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ABC എന്ന് വെച്ചിട്ട് 2-3 ടൈപ്പായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്ലസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈറ്റും ഈ വാഹനത്തിൻ്റെ ഓഫ് ആവണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ ഒരു വാഹനം എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹാൻഡ് ബ്രേക്കാണ്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോവും. അതിൻ്റെ തൊട്ടിപ്പുറം സീറ്റ് ബെൽറ്റ് ഇടാം, അതിട്ട് കഴിഞ്ഞാൽ അതും പോകും കേട്ടോ. അതിൻ്റെ തൊട്ട് പിന്നെ ഒരു നീല കളറിൽ കത്തുന്നതാണ് ടെമ്പറേച്ചറിൻ്റെയാണത്. അപ്പോൾ അത് വലിയ കാര്യമില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നതായിരിക്കും.